കോഴിക്കോട് ഫറൂഖ് കോളേജിന് സമീപം ഭർത്താവിന്റെ വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന മുനീറ ഒടുവിൽ ഇന്ന് മരണത്തിന് കീഴടങ്ങി. പണം നൽകാത്തതിലെ വൈരാഗ്യത്തിലാണ് ലഹരിക്ക് അടിമയായ ഭർത്താവ് ജബ്ബാർ അതിക്രൂരമായി മുനീറയെ വെട്ടി വീഴ്ത്തിയത്. ഒടുവിൽ 4 നാൾ നീണ്ട ജീവന് വേണ്ടിയുള്ള ആ പോരാട്ടം നിലച്ചു. മനസാക്ഷിയെ നടുക്കിയ ഈ സംഭവം ലഹരിയുടെ ആസക്തിയിൽ മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന ക്രൂരതയുടെ മറ്റൊരു നേർസാക്ഷ്യമാവുകയാണ്. കോഴിക്കോട്ട് നിന്ന് ഇംതിയാസ് കരീം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് ഫാറൂഖ് കോളേജിന്റെ സമീപത്ത് നിന്നും മനസ്സിന് വല്ലാതെ നടുക്കിയ ആ വാർത്ത നമ്മളൊക്കെ കേട്ടത്. KM ജബ്ബാർ എന്ന മധ്യവയസ്കൻ തൻ്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള മുനീറയെ കത്തികൊണ്ട് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തലയ്ക്ക് വെട്ടി, കഴുത്തിനും മാരകമായി പരിക്കേൽപ്പിച്ചു, കൈക്കും കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഉടനെ തന്നെ അയൽവാസികളെല്ലാം എത്തിയതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അന്ന് തന്നെ 90% തിരിച്ചു കിട്ടില്ലെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞതാണ്. എന്നാൽ ഇടയ്ക്ക് കണ്ണിന്റെ കൃഷ്ണമണിക്കൊക്കെ അനക്കം കണ്ടപ്പോൾ ഒരു പക്ഷെ പ്രതീക്ഷയുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ഇന്ന് പുലർച്ചെ മുനീറ ഈ ലോകത്തോട് വിട പറഞ്ഞു. KM ജബ്ബാറിനെ അന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വധശ്രമത്തിനുള്ള കേസും രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തതാണ്. ബുധനാഴ്ച രാവിലെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന മുനീറ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ആ സമയത്താണ് KM ജബ്ബാർ മുനീറയോട് പണം ആവശ്യപ്പെട്ടത്. ഇത് കൊടുക്കാൻ മുനീറ കൂട്ടാക്കിയില്ല. വീടിന്റെ തൊട്ടു മുൻപിൽ ഇവരുടെ തന്നെ രണ്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരുടെ മുന്നിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം അരങ്ങേറുന്നത്. പിന്നാലെ മുനീറയെ റൂമിന്റെ അകത്തേക്ക് കയറ്റി വാതിൽ കുറ്റിയിട്ടു. കത്തികൊണ്ട് മാരകമായി വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നാലെ പലരും ഓടിയെത്തി. അങ്ങനെയാണ് ആശുപത്രിയിലേക്കൊക്കെ എത്തിച്ചത്. എന്നാൽ കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ തന്നെ മുനീറയ്ക്ക് ഈ KM ജബ്ബാറിൽ നിന്ന് അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അന്ന് പോലീസിൽ പരാതി എത്തിയെങ്കിലും പിന്നീട് കുട്ടികളെയൊക്കെ ഓർത്ത് അവരോടൊപ്പം ജീവിക്കണമെന്ന ആശ കൊണ്ടൊക്കെ ഒരുമിച്ച് താമസിക്കാൻ മുനീറ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് വീണ്ടും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്നാൽ KM ജബ്ബാർ ലഹരിക്കടിമയാണ് എന്നാണ് ബന്ധുക്കളെല്ലാം ആരോപിക്കുന്നത്. കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അതിനെയൊന്നും തടുക്കാൻ ബന്ധുക്കൾക്കോ മറ്റും സാധിച്ചില്ല എന്ന ഒരു സങ്കടകരമായ കാര്യം കൂടെ ഈ വിഷയത്തിലുണ്ട്. ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു? നേരത്തെ അറിയാമായിരുന്നോ നിങ്ങൾക്ക്? അത് ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ലഹരിക്ക് അടിമയാണെന്നുള്ളത്. പിന്നെ ഒരു ക്രിമിനൽ മൈൻഡാണ് എനിക്ക്. കുട്ടികളെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവിടെ ഈ പൈസ ചോദിക്കുക. എന്താ ചോദിച്ചപ്പം പൈസ എന്തിൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ പാട് വലിക്കുന്നതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിന്നെ ശരിക്കും ഷോളിട്ട് മുറിക്കാതെയാളുടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. ഇവൻ അപ്പോഴേക്ക് ഇവിടെ ഒരൊറ്റ ആർപ്പ് പുറത്തേക്ക് കേട്ടിട്ടുള്ളൂ. അപ്പോഴേക്ക് ഇവന് ഡോറ് ലോക്ക് ചെയ്തു പോയാണ് ഉള്ളിൽ. കൃത്യമായ നടപടി വേണം, കൃത്യമായ ശിക്ഷ ഈ വിഷയത്തിൽ ജബ്ബാറിന് വാങ്ങിക്കൊടുക്കണം. നിയമത്തിൻ്റെ വഴിയിൽ തന്നെ ജബ്ബാറിന് വേണ്ടത്ര ശിക്ഷ നൽകണം എന്നുകൂടെയാണ് ഇവരുടെ ബന്ധുക്കളെല്ലാം ഇപ്പോൾ പറഞ്ഞത്. മാതൃഭൂമി ന്യൂസ് കോഴി.